ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കുഞ്ഞപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് ബീഫ് കറിയാണ്. ബീഫ് കറിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ അല്പം ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 2 ഏലക്കായും അതുപോലെ 2 ഉള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളിയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അടിച്ചെടുത്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി കറിയിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അല്പം ഓയിൽ ചേർത്ത് ഒരു പിടി അരി ചേർത്ത് കൊടുക്കുക. ചോറൊക്കെ വെക്കുന്ന അരിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു തിക്നെസ് കറിക്ക് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതുകൂടി ചേർത്ത് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുന്നത് വരെ ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഗരം മസാലയും അതുപോലെ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുഞ്ഞപ്പം തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ഉള്ളിയുടെ പകുതിയും കൂടെ ചേർത്ത് ഇത് ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് അരച്ചെടുക്കുമ്പോൾ 3/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിപ്പൊടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു സ്റ്റീമർ എടുത്ത് അല്പം ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം മാവ് എടുത്ത് ചെറിയ ബോൾസ് ആക്കി ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ നടുവിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മുഴുവനും നമുക്ക് ചെയ്തെടുക്കാം.
ഇത് മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കുഞ്ഞപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞിപ്പത്തിരി എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്